ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫെമീസ് ഫുഡ്സ്. നമ്മുടെ തലനോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഒരു കുഞ്ഞു വീഡിയോ ആണ്, നമ്മുടെ നോമ്പ് തുറ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടിക്കല്ലേ. മട്ടൻ കറി വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയായിരുന്നു. അപ്പോഴേക്ക് ബ്രദറിൻ്റെ വീട്ടിൽ നിന്ന് നോമ്പ് തുറക്കാനുള്ള ഒരു കിറ്റ് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് മക്കൾ പെട്ടെന്ന് തന്നെ പൊട്ടിക്കുകയാണ്. അവർക്ക് ഇതൊക്കെ ഒരു ആവേശമാണല്ലോ. എല്ലാവരും നോമ്പാണ്. നോമ്പിൻ്റെ അന്ന് അസറിന് ശേഷമാണ് കേട്ടോ ഞാൻ കുക്കിങ്ങിനായിട്ട് കിച്ചണിലേക്ക് കയറാറുള്ളത്. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പകൽ അങ്ങനെ ചെയ്യാറാണ് പതിവ്. അത് കഴിഞ്ഞിട്ട് ഓതലും നിസ്കാരവും അങ്ങനെയൊക്കെ ആയിട്ട് ടൈം അങ്ങനെ പോവും. കറിക്ക് വേണ്ടിയിട്ടുള്ള സവാള ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. മട്ടൻ കറിയുടെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഇതിൽ കാണിക്കുന്നില്ല. എക്സ്ട്രാ ഇതിൽ ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളത് ഉലുവയാണ് കേട്ടോ. ഒരു ലേശം 1/4 ടീസ്പൂൺ ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒറോട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒറോട്ടിക്ക് കുറച്ച് ചാറധികമുള്ള കറിയാണല്ലോ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസായിട്ടുള്ളൊരു മട്ടൻ കറിയാണ് വെക്കുന്നത്. ഈ ഒരു മട്ടൻ കറിയുടെ റെസിപ്പി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ ഓൾ റെസിപ്പീസ് എന്നുള്ള ഓപ്ഷൻ നോക്കിയാൽ മതി കേട്ടോ, അതിലുണ്ടാവും. ഇനിയിപ്പോൾ അത് ഒറോട്ടി ഉണ്ടാക്കാനുള്ള മാവും റെഡിയാക്കി. അപ്പോൾ മാവൊക്കെ നല്ലതുപോലെ ഒന്ന് പരുവപ്പെടുത്തി എടുത്തു. എന്നിട്ടിത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ബോൾസ് ആക്കാൻ വേണ്ടിയിട്ട് മുറിച്ചെടുത്താണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത് പരത്തിയിട്ട് ചുട്ടെടുക്കുക, അത്രയേ ഉള്ളൂ. ലാസ്റ്റ് കഴിക്കാനുള്ള സംഭവമാണ് കേട്ടോ ആദ്യം റെഡിയാക്കിയത്. അപ്പോൾ കറിയിലേക്ക് ഒരു പൊട്ടറ്റോയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ കഴുകിയതിന് ശേഷം തോലോട് കൂടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു പൊട്ടറ്റോ കഴിക്കാനായിട്ട്. കറി അവിടെ റെഡി ആവുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ഞാൻ ഒറോട്ടിയും ചുട്ടെടുക്കുകയാണ്. വേഗം വേഗം എല്ലാം ചെയ്തെടുക്കാനാണ് കേട്ടോ. നോമ്പ് തുറക്കാനുള്ള ടൈമായി വരികയാണല്ലോ. അപ്പോൾ നോമ്പ് തുറക്കാൻ സമയം ആയതുകൊണ്ട് തന്നെ മോളും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫ്രൂട്ട്സൊക്കെ തോല് കളയാനും കട്ട് ചെയ്യാനും ഒക്കെ അവളും കൂടി തന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്നായി സംഭവങ്ങളൊക്കെ. ഇന്ന് പിന്നെ സ്നാക്സായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. പുറത്തുനിന്ന് സമൂസയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങി വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കൊണ്ട് ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ മോൾ ഷാർജ അടിച്ചു തരാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ അങ്ങനെ അത് റെഡിയാക്കുകയാണ് ഒക്കെ. അതിനിടയിൽ ഞാൻ ജ്യൂസ് ഒന്ന് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, ഓറഞ്ച് ജ്യൂസ് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ്. ഓറഞ്ചിനോടൊപ്പം നമ്മുടെ ടാങ്ക് പൊടിയില്ലേ അതുകൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളറും ടേസ്റ്റും ഒക്കെ കൂടും. അപ്പോൾ അതുകൂടി ചേർത്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തത്. ഇനിയിപ്പോൾ പ്രത്യേകിച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ടേബിളിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ പുറത്തുനിന്ന് ഒക്കെ സമൂസയും പിന്നെ ഷവർമ പോക്കറ്റൊക്കെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് അൽഹംദുലില്ലാ റാഹത്തായിട്ട് നമ്മുടെ ഫസ്റ്റ് നോമ്പ് കംപ്ലീറ്റ് ആയി. ഇത് പിന്നെ നിസ്കാരവും തറാവീഹും എല്ലാം കഴിഞ്ഞിട്ട് ഒരു 10 മണി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ റൊട്ടിയും ഒരു മട്ടൻ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ റാഹത്തായിട്ട് നമ്മുടെ നോമ്പ് കംപ്ലീറ്റ് ആയി. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.